ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണോ? ഇന്നത്തെ വീഡിയോത്തിൽ നമ്മൾ പള്ളി പെരുന്നാളിന് പള്ളിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ എന്തെല്ലാം വിശേഷങ്ങളുണ്ടെന്ന് കാണാം. കുറച്ച് ചന്തയ്ക്കെല്ലാം ഉണ്ടായിരുന്നു, എന്തെല്ലാം കളിയെല്ലാം ഉണ്ടായിരുന്നു. നല്ല രസമുണ്ടായി കാണാൻ. കുറേ ആൾക്കാർ കളിക്കുന്നുണ്ടായി. കുറേ നേരം നമ്മൾ അവിടെ കളിയെല്ലാം കണ്ടിട്ട് നേരെ പള്ളിയിലോട്ട് പോയിട്ട് നോക്കാമെന്ന് പോകുന്നുണ്ട്. നമ്മളിപ്പം പിള്ളേരെല്ലാം പോയിട്ടിട്ട് ഉള്ളിലോട്ടും പോയി. അവിടെ പോയിട്ട് കുറേ ഫോട്ടോസ് വീഡിയോസ് എല്ലാം എടുത്തു. പിന്നെ അച്ഛമോളുടെ കളി തന്നെ അവിടെ പോയിട്ട് ഒരു സ്ഥലത്തിൽ നിൽക്കുന്നുണ്ടായിട്ട് ഇങ്ങോട്ട് പോകുന്നുണ്ടായി. ഇനി കായ് ഇതൊന്നും എടുത്തോട്ട് വരും. ബാബാ അത് കഴിഞ്ഞിട്ട് നമ്മൾ പുറത്തിലോട്ട് വന്നു. പിന്നെ ഇത്ര കഴിഞ്ഞു. ഉമ്മ അവിടെ നിന്ന് നേരെ നമ്മൾ പോയിട്ട് പരിപാടി കാണാനായിരുന്നു. അപ്പോൾ അവിടെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിട്ടാ. അവിടെ കുറേ സമയമായി ഇരുന്നിട്ട് ഐസ്ക്രീം എല്ലാം കഴിച്ചിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായി. അപ്പോൾ കുറേ സമയം കഴിയുമ്പോൾ തുടങ്ങിയത്.
വേറെ എന്തെല്ലാം പരിപാടി ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ ഇരുന്നത് കൊണ്ട് ഒന്നും അറിയില്ല. കുറേ എന്തെല്ലാം ഉണ്ടായി, ഘോഷയാത്ര എല്ലാം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കാണാൻ പറ്റിയിട്ടില്ല. നമ്മൾ നേരത്തെ പോയിട്ട് അവിടെ ഇരുന്നു. സൂപ്പർ ഷോ അല്പസമയത്തിനകം വേദിയിൽ ആരംഭിക്കുന്നതാണ്.
KGF മനസ്സിലായില്ല. വയലൻസ് വയലൻസ് വയലൻസ്. അപ്പൊ താനോ? സൈലൻസ് സൈലൻസ് സൈലൻസ്. അതായിരിക്കും തന്റെ ആരോഗ്യത്തിന് നല്ലത്. നടക്ക ഇങ്ങോട്ട്. താൻ തന്റെ ഭാര്യയെ സ്ഥിരമായിട്ട് മർദ്ദിക്കുന്നു എന്നൊരു പരാതി വരെ ആ കിട്ടിയിട്ടുണ്ടല്ലോ. മർദ്ദിക്കുന്നതിന് കാരണമുണ്ട്. എന്താ കാരണം? എന്താ പറയാ? അവൾ സീമന്ത രേഖയിൽ സിന്ദൂരം തൊടുന്നില്ല. സിന്ദൂരം തൊട്ടില്ല എന്ന് പറഞ്ഞ ആരെങ്കിലും സ്വന്തം ഭാര്യയെ മർദ്ദിക്കുവോ? സിന്ദൂരം തൊടാത്ത എല്ലാ ഭാര്യമാരെയും മർദ്ദിക്കുന്നുള്ള അഭിപ്രായം. എന്താ എന്റെ കാരണം പറയാ? ഈ സിന്ദൂരത്തിനൊക്കെ ഒരുപാട് അർത്ഥമുണ്ട്. സിന്ദൂരത്തിനൊക്കെ എന്താ അർത്ഥമാണ് നമുക്ക് മനസ്സിലായില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ആ, പറയാ. സീമന്ത രേഖയിൽ സിന്ദൂരം തൊട്ട് പെൺകുട്ടി വരുന്നത് കണ്ടാൽ ഉവ്വ. തിരുമേനിയെ പോലെ ഞരമ്പ് രോഗികൾ മനസ്സിലായിക്കോണം ഈ പ്രോപ്പർട്ടി വിറ്റുപോയതാണ്. അതിന്റെ പുറകെ പുല്ല് തിന്നാൻ പശുവിനെ അഴിച്ചുവിടട്ടെ. സ്ത്രീകളെ ഇങ്ങനെ അധിക്ഷേപം സംസാരിക്കും. സ്ത്രീകളെ അധിക്ഷേപം സംസാരിക്കാൻ നിക്ഷേപിച്ചിട്ടില്ല. സ്ത്രീകളെ കുറിച്ച് ഞാനൊരു ഉദാഹരണം പറയാം. രാമ താൻ ചൈനയിലേക്ക് നോക്കൂ. ചൈന നമുക്ക് എന്തൊക്കെയാണ് തരുന്നത്? 2020 കിട്ടിയ പോലെ ഇനി തോൽച്ച് മേടിക്കാൻ നടക്കും. അതല്ല, ചൈനയിലെ സ്ത്രീകൾ നോക്കൂ, അവർ മൊബൈൽ ഉണ്ടാക്കുന്നു. അതുപോലെ ജപ്പാനിലെ സ്ത്രീകൾ നോക്കൂ, അവർ കമ്പ്യൂട്ടർ ഉണ്ടാക്കുന്നു. അതേപോലെ അമേരിക്കയിലെ സ്ത്രീകൾ നോക്കൂ, അവർ ഫ്ലൈറ്റ് വരെ ഉണ്ടാക്കുന്നു. നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ. എന്നത് അച്ചപ്പം കൊഴപ്പം മുറുക്കം പട്ടാവട നിങ്ങൾക്ക് ഇതൊക്കെ വരെ വീടുകളിൽ കൊണ്ടുവന്ന് അവരെങ്ങനെ വീടുകൾ തോർപ്പിക്കുന്നവരാണ് ഈ വിദ്രോഹിയെ പോലെ ഒരു 3 നേരം വെട്ടി ആ വീഴുന്നത്. വെട്ടി വീഴുന്നതിന് ഞങ്ങൾ ഭർത്താക്കന്മാരെ പ്രതിവാദം ചെയ്യുന്നുണ്ട്. എന്ത് പ്രത്യുപകാരം? അവർ തൊഴിലുറപ്പിന്റെ പണിക്ക് പോകുമ്പോൾ കയ്യിൽ അട്ട പണിക്കാർക്ക് ഞങ്ങളുടെ ഫുൾ ഷത്താണ് കൊടുക്കുന്നത്. എന്നാൽ ഈ വിദ്വാന് പണിക്ക് പോകാൻ പാടില്ല. അതാണ്. അപ്പോൾ ഗൈസ് പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോൾ കുറേ 12 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോയിലായിട്ട് കാണാം. എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ.